പുതിയ ആരോപണമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ്. റഷ്യയും യുക്രൈനും നാറ്റോയും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാത്തത് മൂലമാണ് കാര്യങ്ങൾ ഇത്രയും പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചതെന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക സംഘത്തിൽ, അതായത് നാറ്റോയിൽ ചേരാനുള്ള സാധ്യത അമേരിക്ക യുക്രൈന് വാഗ്ദാനം ചെയ്യാതെ വന്നാൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് ട്രംപ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. യുക്രൈനെ നാറ്റോയിൽ കാണാനുള്ള അമേരിക്കയുടെ വലിയ ആഗ്രഹമാണ് സംഘർഷത്തിന് യഥാർത്ഥത്തിൽ കാരണമായതെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിൽ റഷ്യയുമായി അമേരിക്കയ്ക്കുണ്ടായ കരാർ ബൈഡൻ തകർത്തുവെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല, യുക്രൈൻ നാറ്റോ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് റഷ്യ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യുക്രൈൻ നാറ്റോയിൽ അംഗത്വം നേടണമെന്നതാണ് ബൈഡൻ ആഗ്രഹിച്ചതെന്നും ട്രംപ് വെളിപ്പെടുത്തി. റഷ്യയുടെ കവാടത്തിൽ ഒരു വിദേശ സൈനിക സംഘത്തെ റഷ്യ ഒരിക്കലും അംഗീകരിക്കില്ല. റഷ്യയുടെ വികാരം തനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈനെതിരായ റഷ്യയുടെ സൈനിക പ്രചരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ചകൾ നിരവധി തെറ്റുകൾ സംഭവിച്ചുവെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ബൈഡൻ ചർച്ച നടത്തുന്ന രീതി കേട്ടപ്പോൾ തന്നെ ഞാൻ വെളിപ്പെടുത്തിയത് ഇതൊരു യുദ്ധത്തിലേക്ക് അവസാനിക്കുമെന്നായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചതും. തീർത്തും വളരെ മോശമായൊരു യുദ്ധമായി മാറിയെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. നിലവിലുള്ള സംഘർഷം ഇനിയും രൂക്ഷമാകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അമേരിക്കൻ നിയുക്ത പ്രസിഡന്റായ ട്രംപ് നിലവിലുള്ള സംഘർഷത്തെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം എന്നായിരുന്നു പരാമർശിച്ചത്. മാത്രമല്ല, അതിനെ ബൈഡന്റെ പരാജയമെന്ന് അദ്ദേഹം വിളിക്കുകയും ചെയ്തു. സാഹചര്യം നേരെയാക്കാൻ അദ്ദേഹം പ്രതിജ്ഞയെടുത്തിരുന്നു. പക്ഷെ അത് കഠിനമായ ഒന്നായിരിക്കുമെന്ന് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ട്രംപിന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സംഘർഷം ഇപ്പോൾ പരിഹരിക്കുന്നതിനേക്കാൾ കൂടുതൽ 2022 പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പേ തടയുക എന്നത് വളരെ എളുപ്പമായ കാര്യമായിരുന്നു. പക്ഷെ ബൈഡൻ ഭരണകൂടം അത് ഒന്നുകൂടി ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. റഷ്യയും യുക്രൈനെയും ഒരു കരാറിലെത്താൻ സഹായിക്കുന്നതിന് അധികാരമേറ്റ് 6 മാസം വരെ ആവശ്യമായി വരുമെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. നേരത്തെ 24 മണിക്കൂറിനുള്ളിൽ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രതിജ്ഞയെടുക്കുകയുണ്ടായി. പക്ഷെ 6 മാസങ്ങൾക്ക് മുമ്പ് അത് ചെയ്യാൻ കഴിയുമായിരുന്നുവെന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. 2021 ജനീവയിൽ നടന്ന ഉച്ചകോടിയിൽ നാറ്റോയിൽ യുക്രൈന്റെ അംഗത്വം വൈകിപ്പിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തിരുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ മാസം വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും അമേരിക്കൻ നേതൃത്വത്തിലുള്ള സംഘത്തിലേക്കുള്ള യുക്രൈന്റെ പ്രവേശനം എത്ര കാലമായാലും അസൗകര്യമായിരിക്കുമെന്ന് പുടിൻ അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു.